എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ജപ്പാനിലുള്ള മെയ്ജി ജിങ്കു എന്നുള്ള അമ്പലത്തിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത് ഈ വീഡിയോയിൽ. ഈ അതായത് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് നമ്മുടെ കാറിൽ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഈ അമ്പലം വരെ ഡ്രൈവ് ചെയ്ത് വരുമായിരുന്നു. അപ്പം വരുമ്പോഴേ നമുക്ക് നല്ല പ്രകൃതി ഭംഗിയെ ആസ്വദിച്ചുകൊണ്ടാണ് വരാൻ പറ്റിയത്. നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഈ മെയ്ജി ജിങ്കുവിനെ കുറിച്ച് ചില ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ മെയ്ജി ജിങ്കു എന്ന് പറയുന്നത് ആ അമ്പലത്തിൻ്റെ പേര്. ഈ മെയ്ജി എന്ന് പറയുന്നത് അവിടുത്തെ ജപ്പാനിലെ ചക്രവർത്തിയുടെ പേരാണ്. അപ്പോൾ ഈ ജിങ്കു എന്ന് പറയുന്നത് ഒരു അമ്പലം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ അമ്പലത്തിനെ ഷിൻറ്റോ ഷ്രൈൻ എന്നും പറയും. അതായത് ഷ്രൈൻ എന്ന് വെച്ചാൽ അമ്പലം. ഈ ജിങ്കു എന്ന് പറയുന്നതും അമ്പലത്തിൻ്റെ ഈ ജാപ്പനീസ് വേർഡാണ്. അപ്പം ഈ ഷിൻറ്റോ എന്ന് പറയുന്നത് അവിടുത്തെ ജപ്പാനിലെ വളരെ പുരാതനമായ ഒറിജിനൽ മതമാണ്. നമ്മുടെ മതം എന്ന് പറയുന്നത് റിലിജൻ. ഇപ്പോൾ ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാമിസം എന്നുള്ള പോലെ അവിടുത്തെ മതമാണ് ഷിൻറ്റോ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ സ്ഥാപകർ ആരുമില്ല. ഈ മതത്തിന് വളരെ പഴയ ഒരു മതമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഹോളി ബുക്കില്ല. ഹോളി ബുക്ക് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഹിന്ദുയിസത്തിൽ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉണ്ട്, ക്രിസ്ത്യൻസിൽ ബൈബിളുണ്ട്, മുസ്ലിംസിനാണെങ്കിൽ ഖുറാനുണ്ട്. അങ്ങനെയൊക്കെ ഓരോ മതത്തിനും അതിൻ്റേതായ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ ഇതിന് ഒരു ഹോളി ബുക്കൊന്നുമില്ല, മതപരിവർത്തനമൊന്നുമില്ല. അപ്പം ഇതിൽ എന്തുവാന്ന് വെച്ചാൽ ഇത് ജാപ്പനീസിൻ്റെ ജീവിതത്തിലൂടെ വളരെ ആഴമായിട്ട് പതിഞ്ഞു കിടക്കുന്ന ഒരു മതം ആണ് ഇത്. ഈ ഷിൻറ്റോ എന്ന് പറയുന്നത്. ഇതിൽ അവർക്ക് പ്രതിമയില്ല, വലിയ പൂജകളും അങ്ങനെയൊന്നുമില്ല. അവർക്ക് രണ്ട് കാര്യങ്ങളാണ്. അതായത് പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതവും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ജീവിതവും നയിച്ചു കൊണ്ട് പോകണം. അതാണ് ഈ മതത്തിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ. ഇത്രേ അവർ പറയുന്നുള്ളൂ. അതായത് പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതമാണ്. അതുമാത്രമല്ല ആത്മാർത്ഥതയോടുള്ള ഒരു ജീവിതം. ഇത്രേ അവർ പറയുന്നുള്ളൂ. അപ്പം ഈ ഷിൻറ്റോ എന്ന് പറയുന്നത് ഈ ഷിൻറ്റോ എന്നുള്ള മതത്തിലെ അതിൻ്റെ ദിവ്യത്വം എന്ന് പറയുന്നത് ഡിവിനിറ്റി, ദിവ്യത്വം എന്ന് പറയുന്നത് കാമി എന്നുള്ള ഒരു ഡിവൈൻ സ്പിരിറ്റാണ്. അപ്പോൾ അവിടെ ഒരുപാട് കാമി എന്നുള്ള ഡിവൈൻ സ്പിരിറ്റ്സുകൾ ഉണ്ട് ജപ്പാനിൽ. ഡിവൈൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പരിശുദ്ധമായ ഒരു ആത്മാവ് എന്നുള്ള ഒരു അർത്ഥം. അപ്പം ഇപ്പം നമ്മൾ കാമാക്ഷി, കാമിനി, മീനാക്ഷി, വിശാലാക്ഷി എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ആ ഡിവൈൻ സ്പിരിറ്റ്, അവർ ദൈവം എന്ന് പോലും പറയുന്നില്ല, ആ ഡിവൈൻ സ്പിരിറ്റിൻ്റെ പേരാണ് കാമി. അപ്പോൾ അതുപോലെ കുറേ കാമികളുണ്ട് അവിടെ. ഈ കാമികൾക്ക് വേണ്ടിയാണ് അവർ പല അമ്പലങ്ങൾ പണിഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതിൽ ഈ മെയ്ജി ഷിൻറ്റോ എന്ന് പേര് വയ്ക്കാൻ കാരണം ഇത് മെയിനായിട്ടും അവിടുത്തെ ചക്രവർത്തി പേരാണ് എംപറർ മെയ്ജി. അപ്പോൾ അദ്ദേഹം 122ാമത്തെ ചക്രവർത്തിയായിരുന്നു ഇവിടുത്തെ ജപ്പാനിലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി എംപറസ്, അതായത് ചക്രവർത്തിനി, അവരുടെ പേരാണ് മെയ്ജിയും ഷോക്കൻ, എംപറസ് ഷോക്കൻ. ഇവരെ രണ്ടുപേരെയും ആരാധിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി അവരുടെ കാലശേഷത്തിന് പിന്നെ ഉണ്ടാക്കി പണിഞ്ഞ സ്ഥലമാണ് ഈ അമ്പലം. ഓക്കെ. അതായത് ഇവർക്ക് എന്തുവാണോ നല്ല ഒരു സോൾ, ഒരു സ്പിരിറ്റിനെ അവർക്ക് അതിനെ ആരാധിക്കണം. അപ്പം ഈ മെയ്ജി എന്ന് പറഞ്ഞ ചക്രവർത്തിയും ഈ ചക്രവർത്തിനിയും ഈ ജപ്പാനിന് വേണ്ടി ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. അതായത് ഈ 16ാമത്തെ നൂറ്റാണ്ടിലൊക്കെ ജപ്പാനിൽ മിലിറ്ററി റൂളായിരുന്നു പോലും. അപ്പോൾ ഈ മിലിറ്ററി റൂളിൽ നിന്നൊക്കെ ജപ്പാനിനെ വീണ്ടെടുത്ത് ജപ്പാനിന് പല രാജ്യങ്ങളോട് കണക്ഷൻ ഉണ്ടാക്കി
ഈ വെസ്റ്റേൺ കൾച്ചറിനെയൊക്കെ ജപ്പാനിൽ കൊണ്ടുവരികയും അതേ സമയത്ത് ജാപ്പനീസിൻ്റെ പഴയ പുരാതനമായിട്ടുള്ള കൾച്ചറിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനും ഈ മെയ്ജിയും അതായത് ചക്രവർത്തിനിയും ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ജാപ്പനീസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർ മരിച്ചേ പിന്നീട്, അതായത് അവർ മരിക്കുന്നത്, ചക്രവർത്തി മരിച്ചത് 1912, ചക്രവർത്തിനി മരിച്ചത് 1914. അതിന് പിന്നെ അവരുടെ ശവകുടീരം എന്ന് പറയുന്നത് കൊയോത്തോ എന്നുള്ള സ്ഥലത്താണ്. കൊയോത്തോ എന്നുള്ള സ്ഥലം ഞാൻ 2014 പോയപ്പം പോയിട്ടുണ്ട്. വളരെ നല്ല ഒരു സ്ഥലമാണ്. നല്ല സ്ഥലം എന്ന് വെച്ചാൽ അവിടുത്തെ അന്തരീക്ഷം ഒക്കെ പോകുമ്പം നമുക്കേ ഈ ആൽഫ സ്റ്റേറ്റിലോട്ട് അങ്ങ് പോകും. മെഡിറ്റേഷനിൽ ആൽഫ സ്റ്റേറ്റിൽ പോകുന്ന പോലെ അത്രയ്ക്ക് നല്ല ഒരു സ്ഥലമാണ് ഈ കൊയോത്തോ. പക്ഷേ ഇപ്രാവശ്യം എനിക്കവിടെ പോകാൻ പറ്റിയില്ല. അപ്പം ആ സ്ഥലത്താണ് ഇവരുടെ രണ്ടുപേരുടെയും ശവകുടീരം ഉള്ളത്. അപ്പം ഇവർക്ക് വേണ്ടിയാണ് ഈ അമ്പലം പണിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ പേര് തന്നെ മെയ്ജി ജിങ്കു എന്ന് പേരിട്ടിരിക്കുന്നത്. അതൊന്ന്. അപ്പം ഈ അമ്പലം തുടങ്ങിയത് നവംബർ 1, 1920. അതായത് ചക്രവർത്തിനി മരിച്ച് 6 വർഷത്തിനകം ഇവരെല്ലാം ജാപ്പനീസിലെ ആൾക്കാരെല്ലാം കൂടി നമുക്ക് വേണ്ടി, ജപ്പാനിന് വേണ്ടി ഇത്രയും പാടുപെട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു നല്ല അമ്പലം നിർമ്മാണിക്കണം എന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ്. പിന്നെ അവിടെ അപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് ഏരിയയിൽ വന്നു. കാറിനെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ദൂരം നടക്കണമായിരുന്നു. ഈ അമ്പലം എന്ന് പറയുന്നത് ഭയങ്കര വിസ്തീർണമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിലിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം മണി ഒരു 4 മണിക്കായ, വൈകുന്നേരം 4 മണിയായി. നല്ല സൂര്യ വെളിച്ചം. അവിടുത്തെ മരങ്ങളൊക്കെ കണ്ട ഓരോ ഇലയും എണ്ണ തേച്ച് കുളിപ്പിച്ച മാതിരി അത്രയ്ക്ക് പച്ചിപ്പ് എന്ന് വെച്ചാൽ പച്ചിപ്പ്, അത്രയ്ക്ക് പച്ചയായിട്ടാണ്. അതോ ചില മരങ്ങളൊക്കെ എത്ര പൊക്കത്തിലാണ്. അപ്പോൾ ഒരു ചെറിയ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഒരാൾ നടുക്ക് നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫോട്ടോ. അതിൽ നല്ലപോലെ ഇങ്ങനെ സൂം ചെയ്താലേ നമുക്ക് ആ ഫുൾ ഹൈറ്റ് കാണത്തുള്ളൂ. അത്രയ്ക്ക് നല്ല പഴക്കമുള്ള 1000 വർഷമൊക്കെ പഴക്കമുള്ള പൈൻ ട്രീസ് അവിടെ ഉണ്ട്. ഓക്കെ, അതുമാത്രമല്ല ആ അമ്പലം തന്നെ നല്ല വലിയ ഒരു സ്ഥലത്താണ് പണിഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ചക്രവർത്തി, ഈ രാജാവും റാണിയും ആ സ്ഥലത്തിരുന്നായിരിക്കും രാജ്യത്തെ പരിപാലനം ചെയ്തത്. അതുകൊണ്ടായിരിക്കും അവരെ അവിടെ കൊണ്ടുപോയി അവിടെ ഈ അമ്പലം നിർമ്മാണിച്ചത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കതിന് ഉറപ്പിച്ച് പറയാനുള്ള ഒരു ഇതില്ല. എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു ഇൻഫർമേഷനൊന്നും എനിക്കെവിടെയും കിട്ടിയില്ല. പിന്നെ ഈ അപ്പോൾ നടന്ന് അമ്പലത്തിനകത്ത് കയറി. നടക്കുമ്പോഴൊക്കെ നമുക്ക് ക്ഷീണമേ തോന്നത്തില്ല. എന്താ വെച്ചാൽ ആ പ്രകൃതി ഭംഗി കണ്ട് പോയാലേ മതി. നമുക്ക് മനസ്സും വയറും എല്ലാം നിറയും. അത്രയ്ക്ക് നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ. അങ്ങനെ പോയപ്പോഴത്തേക്ക് ഒരു സൈഡിൽ എൻട്രൻസ്, അമ്പലത്തിനകത്ത് കയറുന്നതിന് മുമ്പേ ഒരു സൈഡിൽ കൈ കഴുകാനുള്ള സ്ഥലം, അതിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പേ നിങ്ങളെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് അതിനകത്ത് ഒരു 3 സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. 3 സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതായത് എന്തൊക്കെ ചെയ്യണമെന്ന്, എങ്ങനെ ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് പല ഈ ട്യൂബ് പോലെ വെച്ചിട്ടുണ്ട്. ആ ട്യൂബിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൈ കഴുകുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 കൈയും കൂട്ടിപ്പിടിച്ച് വെള്ളം എടുത്ത് വായു കുളിക്കുക. മൂന്നാമത് വീണ്ടും കൈ കഴുകുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈയും വായും ഒക്കെ കഴുകി നമ്മളെ ശുദ്ധം ചെയ്തുകൊണ്ട് അമ്പലത്തിനകത്തോട്ട് കയറുക. അങ്ങനെ അമ്പലത്തിൽ കയറുമ്പോഴത്തേക്ക് അവിടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്, അവിടെ അകത്ത് ഒരു പ്രതിമയോ ഒന്നുമില്ല. പക്ഷേ അവിടെ അവർ കാത്തു സൂക്ഷിക്കുന്ന പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനകത്ത് 3 ലൈന്, നമുക്കെല്ലാം അറിയാമല്ലോ, എവിടെ പോയാലും ക്യൂ പാലിക്കുന്നതാണ് ജാപ്പനീസ്. അപ്പോൾ അത് 3 ലൈനിൽ നമ്മൾ നിൽക്കുക. നമുക്ക് ഇടേണ്ടിയ പൈസ യെൻ, അവിടുത്തെ കറൻസിയുടെ പേരാണ് യെൻ, YEN. അപ്പം മോനൊക്കെ എൻ്റെ കയ്യിൽ കാശ് തന്നു, കൊച്ചുമോളുടെ കയ്യിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കാശ് തന്നു. നമ്മൾ കാശും കയ്യിൽ വെച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഒരു ടേൺ വരും. അപ്പോൾ ടൈം എന്നൊരു ബെല്ലടിക്കുമ്പം ആദ്യം മുൻവശത്ത് 3 പേരിരുന്ന് അവിടെ നല്ല മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് പൈസ കാണിക്ക വഞ്ചിയിലിട്ടേച്ച് വരിക. അടുത്ത ടൈം എന്നൊരാൾ, അപ്പോൾ അവരുടെ സമയം തീർന്നു, അടുത്ത ഒരാൾ പോവുക. എത്രയ്ക്ക് സിസ്റ്റമാറ്റിക് എന്ന് കണ്ടു വേണം മനസ്സിലാക്കാൻ. അവരെ കണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. എവിടെ എന്ത് കാര്യത്തിന് ചെയ്താലും, ടോയ്ലറ്റിൽ പോകണമെങ്കിലും ക്യൂ ആണ്.
അത്രയ്ക്ക് സിസ്റ്റമാറ്റിക്കായിട്ടാണ് അവിടെ ചെയ്തത്. അപ്പം അങ്ങനെ ഞങ്ങളും എല്ലാവരും കൂടെ പോയി ചേർന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഒരു സ്ഥലത്തോട്ട് വരുമ്പം അവിടെ കുറേ കാർഡുകൾ വിൽക്കുന്നുണ്ട്. ഈ കാർഡ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആ കാർഡ് വിൽക്കുന്ന കടയുടെ അടുത്ത് തന്നെ ഇതുണ്ട്, ഒരു 1-2 മേശകളും കസേരകളും പേനയൊക്കെ വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കാർഡിൽ നമ്മളുടെ പ്രാർത്ഥന എഴുതുക. പ്രാർത്ഥന എഴുതി അവിടെ കെട്ടിത്തൂക്കുക. ഇപ്പം കെട്ടിത്തൂക്കിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അതുപോലും അത്രയ്ക്ക് അടുക്കും ചിട്ടയുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അവരോട് പ്രാർത്ഥന എഴുതി അവിടെ തൂക്കിയിട്ടിട്ട് വരിക. അതൊരു നല്ല, നമുക്ക് കണ്ട് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. പിന്നെ ഈ മെയിൻ എൻട്രൻസിൽ 3 ലൈനിൽ നിന്ന് നമ്മൾ തൊഴുന്നല്ലോ, അത് തൊഴുതിട്ട് നമ്മൾ ഇറങ്ങി വരുമ്പം വേറൊരു സ്ഥലത്ത് ഒരു കതവ് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കതവ് എന്തുവാന്ന് ചോദിച്ചപ്പം അത് രാജപരമ്പരയിലുള്ളവർ, ഇപ്പോഴും രാജപരമ്പരയിലുള്ളവർ ജപ്പാനിലും ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഉള്ള രാജാവ്, അതായത് ചക്രവർത്തി എന്ന് പറയുന്നത് 126-ാമത്തെയാണ്. അപ്പോൾ അവരുടെ കൊട്ടാരമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അവരൊക്കെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊട്ടാരത്തിനകത്തൊന്നും വിടത്തില്ല. വെളിയിൽ കൂടെ കാറിൽ കൂടെ നമ്മൾ വരുമ്പം മോള് കാണിച്ചു തന്നു, ഇതാണ് ഇപ്പോഴത്തെ രാജാവുള്ള രാജഭരണമല്ല, എന്നാലും അവരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്, ആ കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം ഈ രാജപരമ്പരയിലുള്ളവരാരെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ആചാരങ്ങളനുസരിച്ച് എന്തെങ്കിലും പൂജ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ പോന്നു, ഒരു നേർച്ച മുൻവയ്ക്കുന്നു, അത് നടന്നു. അപ്പം നമുക്ക് താങ്ക്സ് ഗിവിങ് പോലെ പോയി വേറെ എന്തെങ്കിലും കുറച്ചുകൂടെ പൂജ ചെയ്യും, ഇല്ലേ? അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പണമൊക്കെ അടച്ച് നമ്മളുടെ പെരുന്നാളുമൊക്കെ പറഞ്ഞാൽ അവരുടേതായ ആചാരപ്പടി ഒരു ലൈനിൽ ആളുകളൊക്കെ വന്ന് ഈ ഉടമ്പടിയോടെ കൊണ്ടുവന്ന് നമ്മൾക്ക് അതൊക്കെ ചെയ്തു വയ്ക്കും. അതിനുള്ള കതവാണ് അത്. അപ്പോൾ അത് എപ്പോഴും തുറന്ന് ഇടത്തില്ല. അതിൻ്റെ ഒരു ചെറിയ ഒരു ഫോട്ടോ, അത് എങ്ങനെ അവർ പ്രൊസഷനിൽ പോകുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ ശിവേലി ചെയ്യുന്നു, വിളക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു, അതിന് പിന്നെ കുട പിടിച്ചുകൊണ്ട് പോകുന്നു, ദേവിയെ കയ്യിൽ കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെ. അതുപോലെ അവർക്കും അവരുടേതായ ചില കാര്യങ്ങൾ, റിച്വൽസ് ഉണ്ട്, ആചാരങ്ങൾ. അത് ചെയ്യാനാണ് ആ സ്ഥലം. അതിന് പിന്നെ വേറൊരു കാര്യം അവിടെ പറയാനുള്ളത്, ആ വലിയൊരു കാട്ടിൻ്റെ നടുക്കാണ് ഈ ഇത് വച്ചിരിക്കുന്നത്, ഈ അമ്പലം. പക്ഷേ ഈ കാട് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ കാടാത്രേ. അതായത് 1,00,000 മരങ്ങൾ ജപ്പാനിൽ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് അവിടുത്തെ യങ് വോളണ്ടിയേഴ്സിനെയൊക്കെ കൊണ്ട് നട്ടുപിടിപ്പിച്ചതാണ്. അല്ലാതെ ഈ 1000 വർഷം പഴക്കമുള്ള പൈൻ ട്രീസൊക്കെ ഉണ്ട്. അതല്ലാതെ 1,00,000 മരങ്ങൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എവിടെ കണ്ടാലും പച്ചയായിട്ട് പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് അവിടെ വേണം കാണാൻ. അത്രയ്ക്ക് നല്ല ഒരു സ്ഥലമായിരുന്നു. അപ്പം അതെല്ലാം കണ്ടിട്ട് ഇപ്പം അത് കാടാണ്, കാട്ടിൽ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഏകദേശം 100 വർഷമായി ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ കാട് ഉണ്ടാക്കിയിട്ട്. ഇപ്പം അത് നാച്ചുറലായിട്ട് ഉണ്ടായ കാട്ടിൻ്റെ കൂട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നല്ല രീതിയിൽ അത് അവിടെ കാണാൻ പറ്റി, തൊഴാൻ പറ്റി. പിന്നെ വേറെ അവിടെ ചില കടകളുണ്ട്. അവിടെ ഈ അമുലെറ്റ് എന്ന് പറയും, ഈ ചില കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ തായത്ത് എഴുതി വയ്ക്കത്തില്ല, ഈ ഒരു തഹട്ടിലെഴുതി നമ്മൾ ഇതിനകത്ത് ഒരു ട്യൂബ് പോലെ ഇട്ട് നമ്മളുടെ മാലയിലൊക്കെ കൊരുത്തിടത്തില്ല. അതുപോലെ ചിലപ്പോൾ ഈ അരയിൽ കെട്ടും, ചിലപ്പോൾ മാലയിൽ കൊരുത്തിടും, ചിലപ്പം മോതിരത്തിൽ വയ്ക്കും. അതുപോലെ അമുലെറ്റ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് അത് നമ്മളുടെ കയ്യിലിരുന്നാൽ, വീട്ടിലിരുന്നാൽ, വണ്ടിയിലിരുന്നാൽ നമുക്ക് ഭാഗ്യം, അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഐതിഹ്യം. അപ്പം അത് ഒരുപാട് ഇങ്ങനെ ഇപ്പം കാണുന്ന പോലെ അതിൻ്റെ പടവും അത് എന്തോതിനുള്ളതാ. അതായത് അതിന് പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മളെ സംരക്ഷിക്കാനുള്ളത്, അതായത് പൊതുവെ ദേഹത്തിൻ്റെ ആരോഗ്യത്തിന്, ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന്, കാശ് വരാൻ, ഭാഗ്യത്തിന്, ലക്കിന്, ജോബ് കിട്ടാൻ, നല്ല ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കുഞ്ഞുണ്ടാകാൻ, സുഖപ്രസവത്തിന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്.
നല്ല ഭാഗ്യം കിട്ടാൻ. അപ്പം ഞാൻ അവിടുന്ന് ഇതുപോലെ ഒന്ന് വാങ്ങിച്ചു. അതിൻ്റെ വിലയും ഉണ്ട്, 1000 yen, 1500 എന്നൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഇത് ഭാഗ്യത്തിന് വേണ്ടിയതാണ്. ഇത് 1000 yen ആണ്. അപ്പോൾ ഇത് ഒന്ന് ചുമ്മാ ഞാൻ വാങ്ങിച്ചുകൊണ്ടൊന്ന് ഇവിടെ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണോ അതൊക്കെ വാങ്ങിച്ച് നമ്മുടെ ആക്സിഡൻ്റൊക്കെ ആകാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ കാറിലൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ പടങ്ങളൊക്കെ വെച്ചേക്കത്തില്ലയോ, അതുപോലെ അവിടെ കാറിലൊക്കെ കെട്ടിത്തൂക്കിയിടുന്ന പോലെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും വളരെ നല്ല ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ അതെല്ലാം ചുറ്റി കണ്ടിട്ട് വന്നു. അപ്പം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ കാണുന്നത്.